ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത്തവണത്തെ വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണ ഞങ്ങൾ ആദ്യം വിഷുവിൻ്റെ അന്ന് കണിയെല്ലാം കണ്ടു. രാവിലെ പോയത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നിന്ന് നേരെ കഴക്കൂട്ടത്തേക്ക് വന്നു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക്. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിൽ, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ അമ്പലക്കുളത്തിനടുത്ത് നമുക്ക് കുറച്ച് സമയം ഇരുന്ന് മെല്ലെ പോയാൽ മതിയായിരുന്നു. പക്ഷേ വെയിൽ ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ലക്ഷ്മിക്കൂട് വരെ ബഹളമായിരുന്നു. ലുലു പോകാച്ചാ, ലുലു പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ ലുലുവിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിലെത്തി. ഇവിടുന്ന് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഇവിടെ ഒരു കണിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. നല്ല ഭംഗിയിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൈസിലൊക്കെയാണ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളും എടുത്തു കൂട്ടത്തിൽ. ഇതും ഇവിടുത്തെ കണി തന്നെയാണ്, വേറൊരു സെക്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഒറിജിനൽ ചക്ക, മാങ്ങ ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിക്കുട്ടിക്ക് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കി വന്നതാണ് ഇവിടെ. ആ ബുക്ക് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് വിളക്കും പിന്നെ ലക്ഷ്മിക്കുട്ടിക്ക് കുറച്ച് സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ സെക്ഷനിലൊക്കെ നോക്കി കുറേ സമയം അങ്ങനെ പോയി. ഇത്തവണ ആനുവൽ എക്സാമിന് എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് വാങ്ങുവാണെങ്കിൽ ലക്ഷ്മിക്കുട്ടി പറയുന്ന ഒരു 10 ഐറ്റം ഞങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഐറ്റമാണ് ഇത്. മാത്സിന് മാർക്ക് കുറവാണ്, 4 മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇനി ലക്ഷ്മിക്കുട്ടി പറഞ്ഞ ബുക്കും ഞങ്ങളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. ഇനി പാളയത്ത് ആ ഒരു ബുക്ക് സൈഡിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു ദിവസം അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ആ പറഞ്ഞ ബുക്ക് ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഇനി ഇവിടെ നമുക്ക് ബുക്കൊന്നും കിട്ടിയില്ല. കുറച്ച് സമയം ഈ ഒരു ടോയ്സൊക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. തിരുവനന്തപുരത്താണ് ഞങ്ങളുടെ വിഷു എങ്കിൽ വിഷു ഇങ്ങനെയൊക്കെയാണ്. രാവിലെ കണി കാണും, അമ്പലത്തിൽ പോകും. പിന്നെ ഇവിടെ അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നുമില്ല. പക്ഷേ നാട്ടിൽ കാസർഗോഡാണെങ്കിൽ അവിടെ തലേ ദിവസമേ ഒരുക്കങ്ങൾ തുടങ്ങും. കണി ഒരുക്കലും പിന്നെന്താ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കും. ഓരോ വീട്ടിൽ കണി കാണാൻ പോകും, പടക്കം പൊട്ടിക്കും. എനിക്കെപ്പോഴും വിഷു അവിടെയാണ് ഇഷ്ടം. ടെക്സ്റ്റൈൽസിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അന്നത്തെ ദിവസം. ഇവിടെ അത്ര സെലിബ്രേഷൻ ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് ഓണം തിരുവനന്തപുരത്ത് സെലിബ്രേറ്റ് ചെയ്യാനും വിഷു വരുമ്പോൾ കാസർഗോഡ് സെലിബ്രേറ്റ് ചെയ്യാനുമാണ് ഇഷ്ടം. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് ലീവില്ല, നാട്ടിലേക്ക് പോയിട്ടില്ല. അങ്ങനെ വിഷു ഇവിടെ തന്നെ ആഘോഷിച്ചു. പിന്നെ ഇവിടെ വിഷുവിന് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സദ്യ അങ്ങനെയൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഏട്ടന് കാസർഗോഡ് സ്റ്റൈലിൽ ഫുഡ് കൊടുക്കാനും അവിടുത്തെ സെലിബ്രേഷൻ, അല്ലെങ്കിൽ പുള്ളി അത് മിസ് ചെയ്യില്ലേ. ഇപ്പോൾ എനിക്ക് ഓണം അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. അവിടെ ഇങ്ങനെ ഓണത്തിന് വലിയ സദ്യ ഒരുക്കലും ഇവിടുത്തെ പോലെ അല്ല. അപ്പോൾ അതുപോലെയാണല്ലോ പുള്ളിക്കും. അതുകൊണ്ട് എനിക്കെപ്പോഴും വിഷുവിന്
അവിടെയും ഓണത്തിന് ഇവിടെയാണ് ഇഷ്ടം. ഇങ്ങനെ ഇത്തവണ പുറത്തുനിന്ന് സദ്യയൊക്കെ കൊടുക്കണമെന്ന് കരുതി. പക്ഷേ സമയം കഴിഞ്ഞു, സദ്യ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വെജ് നൂഡിൽസ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ ഇമ്പീരിയൽ കിച്ചണിൽ നിന്ന് കഴിച്ച് ഇറങ്ങി. അപ്പോഴേക്കും ലക്ഷ്മിക്കുട്ടിക്ക് നേരെ തുമ്പ ബീച്ചിലേക്ക് പോകണം. ഇവിടെ നിന്നേ മെസ്സേജ് ഉണ്ടായിരുന്നു, മഴ പെയ്യും മഴ പെയ്യുമെന്ന്. പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ എന്തായാലും നോ പറയാൻ നിന്നില്ല, നേരെ തുമ്പ ബീച്ചിലേക്ക് പോയി. ലക്ഷ്മിക്കുട്ടിയുടെ പ്ലാനിങ് ഇവിടെ വന്നിട്ട് മണലിൽ കളിക്കാം, കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ കഴക്കൂട്ട് തന്നെ മെസ്സേജ് ഉണ്ട്, മഴ പെയ്യും മഴ പെയ്യുമെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നമുക്ക് കൊണ്ടുവരാൻ മടിയായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെ എത്തിയപാടെ മഴക്കോളുണ്ട്, ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. എന്നാലും പോവാണ് മണൽ എല്ലാം കൂടി ഒരു ബോട്ടിലാക്കിയിട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിട്ടിരുന്ന് കളിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ഞാൻ അധികം അങ്ങോട്ടേക്ക് പോവില്ല, അതുവരെ എത്തുമ്പോഴേക്ക് മഴ പെയ്യും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അതാ വരുന്നുണ്ട് രണ്ടാളും കൂടി. വന്നത് വെറുതെയായി. ചെറിയൊരു വിഷമം ഉണ്ടാവും ലക്ഷ്മിക്കുട്ടിക്ക്. സാരമില്ല, നമുക്ക് വേറൊരു ദിവസം ഇതുപോലെ കുറച്ച് നേരത്തെ കൊണ്ടുവരാം. ഇന്നിപ്പോൾ ആകെ ടയർഡായിട്ടുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് വൈകിട്ട് 7 മണിക്ക് ഉറിയടിയുണ്ട്, അതും കണ്ടു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടായില്ല. ചില സമയങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ മടിയാണ്. നല്ല രസമായിരുന്നു കൈകൊട്ടിക്കളിയും ഉറിയടിയൊക്കെ. അതൊക്കെ കണ്ടിട്ട് ഒരു 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.